ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. ഇന്ന് വൈകുന്നേര സമയമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ട്രിവാൻഡ്രവും പ്രാന്തപ്രദേശങ്ങളും ഒക്കെ കറങ്ങി നടക്കുകയാണ്. ഇന്നും ട്രിവാൻഡ്രത്തിനടുത്താണ്, വെള്ളായണി ഭാഗത്തേക്ക് പോവാണ്. കുറച്ച് ഫുഡ് ടൂറെന്നും പറയാം, കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നാടൻ കട തന്നെയാണ്. അത് കൂടാണ്ട് നമുക്കൊരു ടെമ്പിൾ ഏരിയ, ഒരു പാറപ്പുറത്ത് ടെമ്പിളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നടന്ന് കയറാൻ പറ്റുന്നൊരു ഡിസ്റ്റൻസ് ആണെങ്കിൽ അവിടെയും കൂടി പോകാം. അങ്ങനെ വീട്ടിൽ നിന്ന് വന്ന സ്ഥലമെത്തി. ആദ്യം വരാൻ ഉദ്ദേശിച്ച സ്ഥലമാണ്, അതായത് ഇതൊരു ക്ഷേത്രമാണ്. ഇതിന് 100 പടിക്കെട്ട് താഴേന്ന് കയറി വരാനുള്ള സംവിധാനമുണ്ട്. ഇത് ബാക്കിൽ നിന്ന് കാറ് വരുന്നൊരു സംവിധാനവുമുണ്ട്. ഇത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആൻഡ് മഠമാണ്. ശ്രീ നാരായണ ഗുരുസ്വാമി ആണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നല്ല സീനിക്കാണ്, ഒരു വലിയൊരു കുന്നും പാറയുടെ മുകളിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നേരെ കാണുന്ന അറേബ്യൻ സീയാണ്. അവിടെ ഒരു പാറയുടെ ഒരു പോർഷൻ നമുക്ക് കാണാം. അവിടെ ആൾക്കാരെല്ലാം വെറുതെ കയറിയിരിക്കും. ആൽമരമുണ്ട്. കടൽ കണ്ടുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങുന്നത്. നല്ലൊരു സൺസെറ്റ് പോയിന്റ് വ്യൂവും കൂടിയാണ് കേട്ടോ ഇത്. ചെരുപ്പ് പുറത്തിട്ടിട്ട് നമുക്കുള്ളിലേക്ക് പോകാം. ശ്രീനാരായണ ഗുരുദേവനാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ഒരു 8 വർഷത്തോളം താമസിച്ചിരുന്നു ഈ കുന്നും പാറയിൽ. ഇവിടെ ഒരു വീടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. ഇതിൻ്റെ തൊട്ട് താഴോട്ട് ഒരു 40 സ്റ്റെപ്പിൻ്റെ അത്രയും താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു അദ്ദേഹം താമസിക്കുന്ന വീടിൻ്റെ ഭാഗങ്ങൾ കാണാം. അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അവിടെ ഒരു ചെറിയൊരു കിണർ പോലെയുണ്ട്. ഇങ്ങനെ ഒരുപാട് ഐതിഹ്യവും ഒരുപാട് എന്താ പറയുക, പഴയ ചരിത്രം ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള ശാന്തി, അതായത് പൂജാരി തന്നെ എല്ലാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. നമുക്ക് സ്റ്റെപ്സ് ഇറങ്ങി വേണമെങ്കിൽ അങ്ങോട്ട് പോകാം, ആ ഭാഗത്തേക്കൊക്കെ പോകാം. അതെല്ലാം കണ്ടിട്ട് ഞാനൊരു അർച്ചനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. തിരിച്ച് വന്നിട്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിച്ചിട്ട്. ഇപ്പോൾ നല്ലൊരു ടൈമാണ്. ഇത് സൺസെറ്റ് ആയിട്ടില്ല. അതേ നോക്കൂ, സൂര്യൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരു വിത്തിൻ ഹാഫ് ആൻ അവർ സൺസെറ്റ് ആകും. ഇപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു 6 മണി കഴിയുമ്പോഴാണല്ലോ സൂര്യൻ അസ്തമിക്കുന്നത്. ഓക്കെ, അറേബ്യൻ കടൽ, നമ്മുടെ കോവളം ബീച്ചാണ് കേട്ടോ. ബീച്ച് കടൽ, ആ കടൽ ഭാഗമാണ്. ഇത് കോവളത്തിനടുത്തുള്ള സ്ഥലമാണിത്. ഇങ്ങനൊരു കുന്നും പ്രദേശം ഉണ്ടോ എന്ന് ആൾക്കാർ അതിശയത്തിലല്ലേ നോക്കാൻ പോണേ. എന്ത് സെറൈനായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഇങ്ങനെ തപസ്സനുഷ്ഠിക്കാനും ഒരു മെഡിറ്റേഷൻ പോയിൻ്റ് അങ്ങനത്തെ ഒക്കെ ഏറ്റവും പീസ്ഫുൾ സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഗുരുദേവൻ ഇവിടെ വന്ന് ഈ ഒരു സ്ഥലത്ത് കുറേ നാൾ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞത്, മെഡിറ്റേഷനും ഒക്കെ ആയിട്ട്. വാഴമുട്ടം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വാഴമുട്ടം, കോവളം വാഴമുട്ടം ഈ ഭാഗം. ഇവിടെ ബസ് റൂട്ടാട്ടോ. ഇവിടെ KSRTC ബസ് വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ തൊട്ട് പറയില്ല, നമ്മുടെ കാറ് നിന്ന സ്ഥലത്ത്. ഓക്കെ, ആൽമരവും പാറയും അതിൻ്റെ തൊട്ട് താഴെ മുരുകഭഗവാന്റെ ഒരു ചെറിയ ക്ഷേത്രവും. ഇത് ഈ ഭാഗത്ത് ഗുരുദേവൻ്റെ ഒരു പ്രതിഷ്ഠയുമുണ്ട്. ഇത് ഗണപതി ഭഗവാൻ. ഇപ്പം എന്തൊരു കാറ്റാ! വെയിലിങ്ങനെ കുറഞ്ഞു വരുന്നു. കാറ്റിങ്ങനെ പറത്തിക്കൊണ്ട് പോകുന്ന കാറ്റ്. ആൽമരമൊക്കെ ഇങ്ങനെ ആടിയല്ലേ, എന്ത് കാറ്റല്ലേ! വൈകുന്നേരം ഇങ്ങനെ ആയിരിക്കുമല്ലേ, ഈവനിങ് സമയമൊക്കെ. ഇവിടെ ഒരുപാട് ഗുരുദേവൻ്റെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ, അതായത് കുറേ അദ്ദേഹത്തിൻ്റെ ചില ഉപദേശങ്ങളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ. ശീലിച്ചാൽ ഒന്നിനും പ്രയാസമില്ല, തീയിലും നടക്കാം, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ കാര്യമാണ്. ആത്മാവിനെ അനുഗമിക്കുന്നതാണ് ഭക്തി, അരുളുള്ളവനാണ് ജീവി. പിന്നെന്താ, പ്രസംഗങ്ങളുടെ ഉദ്ദേശം പ്രതിപക്ഷ ധ്വംസനവും വിരോധവുമല്ല, അത് അറിയാനും അറിയിക്കാനും മാത്രമായിട്ടുള്ളതായിരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ വളരെ എന്താ പറയുക, അർത്ഥവത്തായ കാര്യങ്ങളാണ്. ഇത് ആ മരങ്ങളിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് തെക്കിൻ്റെ പളനി എന്നാണ് പറയുന്നത്. തെക്കൻ പളനി. ഓക്കെ, തെക്കൻ പളനി എന്ന് പറയും. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാകുന്നു, നമ്മുടെ ശരീരം ജഡമാകുന്നു. പിന്നെന്താ, ഒരുവൻ്റെ മരണം വരെയുള്ള എല്ലാ പ്രവൃത്തിയും ഭാവി സുഖത്തിനായി ഭവിക്കുന്നു. ത്യാഗം എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. വിദ്യാലയങ്ങളിൽ കുട്ടികളെ ത്യാഗം പഠിപ്പിക്കണം. ത്യാഗത്തോടു കൂടി കർമ്മം ചെയ്യണം. പിന്നെ പറയുന്നത്, കുലീനയും ഭർത്താവിന് അനുകൂലമായ ഗുണമുള്ളവളും വരവിനനുസരിച്ച് ചിലവാക്കുന്നവളും നിഷ്കളങ്കയുമായിരിക്കണം ഗ്രഹനായിക. ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം ഭയങ്കര അർത്ഥവത്തായ കാര്യങ്ങളാണ്. എത്ര കാലം മുമ്പ് പറഞ്ഞാണ് ഇത് അവിടെ പറഞ്ഞിരിക്കുക. അദ്ദേഹം എത്ര വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാണ്, ഇക്കാലത്ത് മുഖ്യം ഇംഗ്ലീഷാണ്, അത് പഠിച്ചില്ലെങ്കിൽ വരുന്ന ലോകവുമായി ബന്ധമുണ്ടാവുകയില്ല. അദ്ദേഹം അന്ന് പറഞ്ഞാണ് അല്ലേ.
എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഇതെല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. കുറേ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത്തി മരം. മുകളിൽ കാണുന്ന അറ്റത്ത് കാണുന്നത് അത്തിയാണ്. ഇത്തി. ഓ, എല്ലാരും ഉണ്ടല്ലോ. അപ്പോ ഇത്തി അരയാല് പേരാല് എല്ലാ ആൾക്കാരും അടുത്തടുത്ത് തന്നെ നിൽക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈ 4 മരങ്ങളും. ഇത്തി പേരാല് അരയാല് 4 ഉണ്ട്. എന്തോ ഇത് അശോക അല്ല, മലയാളത്തിന്റെ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. സീതാദേവി അശോക വനത്തിന്റെ അശോക വനം രാമായണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അശോകവനിയില് ശിംശിബാ വൃക്ഷത്തിന്റെ താഴെ. ശിംശിബാ വൃക്ഷമാണ് രാമായണത്തിൽ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. അശോകത്തിന്റെ ഒരു വനമാണ്. ആ വനത്തില് ശിംശിബാ വൃക്ഷത്തിന്റെ താഴെയാണ് ദേവി ഇരുന്നത്. എന്ന് പറഞ്ഞാൽ ഇതാണ് ആദ്യം താമര മുട്ട് പോലെ വരും. ഒന്ന് കാണാൻ അത് കോളാമ്പി പോലെ ആവുന്ന ഒരു പൂ ഇതാണോ കായായിട്ട് വരുന്നത്? അത്ര വലിയ പൂവാണ്. അങ്ങനെയാണല്ലേ. ഓക്കെ. ഓ, ഇതാണല്ലേ. അത് ആദ്യം താമര മുട്ട് പോലെ അതെ, താമര മുട്ട് പോലെ വന്നിട്ട് ആദ്യം അത് കഴിഞ്ഞ താമരയായിട്ട് വിരിയും. രണ്ടാമത്തെ കൺവെർട്ടാണ് ഇത്. ഓ, നിറയെ കുറെ പൂക്കളുള്ളത് പോലെ. പിന്നെ ഇത് മൊത്തം വലുതായിരുന്നു, ഓറഞ്ച് കളറിലേക്ക്. ശിംശിബാ വൃക്ഷം. ഈ ശിംശിബാ വൃക്ഷത്തിന്റെ താഴെയാണ് സീതാദേവി ഇരുന്നതെന്നാണ് പറയുന്നത്. അശോക വനത്തിൽ ഇതിൽ ഓക്സിജൻ കണ്ടന്റ് കുറച്ച് കൂടുതലാണ്. തണലും കൂടുതലാണ്. നല്ല കുബുഷിയാണ്. ഉണ്ട്, നല്ല തണല്, നല്ല തണുപ്പ്. ഇവിടെ ഇപ്പൊ ശാസ്താവിനെയാണ് ഇതിന്റെ താഴെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കോൺസെപ്റ്റ് വനശാസ്താവിന്റെ ആണ്. അതായത് സർപ്പങ്ങളാണ്. നാഗരാജ. ഇവിടെ വിളക്ക് കത്തിക്കൽ അങ്ങനെ മാത്രമേ, ആയില്യത്തിന് മാത്രമേ പൂജകളുള്ളൂ. അത്തീത്തി അരയാല് നെല്ലി. പിന്നെ അത് നമ്മൾ പറയണെന്ന് വെച്ചാല് ഈ സുദർശന ഹവനത്തിന് ഉപയോഗിക്കണം. അത്തീത്തി അരയാല് പേരാല് നെല്ലി ഇല്ലി കള്ളി കടലാടി അതെല്ലാം ഇവിടെ ഓർഡറിൽ ഉണ്ട്. എല്ലാം ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ ഹോമദ്രവ്യങ്ങളും നമുക്കിപ്പോ ചാലയിൽ പോയിട്ടോ മറ്റേ പൂജക്കടയിൽ പോയിട്ട് വാങ്ങേണ്ടതില്ല. അപ്പൊ ഈ മൊത്തം 21 ഏക്കറാണ് ഈ ക്ഷേത്രഭൂമി. ശിവഗിരി മഠത്തിന്റെ അണ്ടറിലാണ്. 21 ഏക്കറിൽ മൊത്തം എല്ലാ ചെടികളും വെച്ച് നട്ട് പരിപാലിച്ചിട്ടുണ്ട് പണ്ട് മുതൽ. സർപ്പലിംഗം. അപ്പൊ നാഗത്തിന്റെ കണ്ടു. അതെ, നാഗരാജാവിന്റെ പ്രതിഷ്ഠ ഇവിടെ. ഇതിന്റെ തൊട്ടടുത്ത് ആ ഒരു മരം, അതായത് നാഗലിംഗം എന്നാണ് ഇതിന് പറയുന്നത്. ഇങ്ങനെ വരുന്ന പൂവ് അല്ലേ, നാഗരുടെ ഷേപ്പില്. സഹസ്രപത്മത്തിന്റെ നടുക്ക് ശിവലിംഗത്തിന്റെ രൂപം ഉണ്ടാവും. അതിന് മേലൊരു പാമ്പുണ്ടാവും. അത് ഞാൻ കണ്ടിട്ടുണ്ട് ആ പൂവ്. അയ്യോ, വളരെ വിശേഷപ്പെട്ട മണമുണ്ടല്ലേ. ഇതാ ഏജീസ് ഓഫീസിന്റെ ഫ്രണ്ടിലൊക്കെ വലിയ മരത്തിൽ നിറയെ പൂത്ത് കിടക്കുക. കൂവളമുണ്ട് ഇവിടെ. നിശാഗന്ധി. അയ്യോ, പ്രധാനപ്പെട്ട എല്ലാ വൃക്ഷങ്ങളും ചെടികളും. തേൻവരി. മറ്റേ പിന്നെ നാട്ടുമാങ്ങ, മറ്റേ അല്ലേ, പുളിശ്ശേരി മാങ്ങ പറയുന്നത്. ഓക്കെ, അത് ഗുരുദേവൻ വെച്ച മാവാണ് കേട്ടോ അവിടെ. അത് എത്ര വർഷം പഴക്കമുണ്ടപ്പോ. അയ്യോ, ഇതിനകത്ത് എല്ലാം ഉണ്ട്. അമ്പലത്തിലെ എൻട്രി തന്നെ എഴുതി വെച്ചിരിക്കുന്നു, ഭക്തിയില്ലാത്ത ജീവിതത്തിന് ഉപ്പില്ലാത്ത ചോറ് കൊടുക്കുക. കുറച്ച് ഭക്തിയൊക്കെ വേണം, ഇല്ലെങ്കിൽ ഉപ്പില്ലാതെ ചോറ് കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റ്. കണിക്കൊന്നുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കണിക്കൊന്നയുടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വീക്ഷിച്ചു നോക്കി. എല്ലാ ദിവസവും പൂക്കും. ആണോ? ഒന്ന് നോക്കിയോ. മേടമാസം മാത്രമല്ല, ഈ സമയത്തൊക്കെ വേനലാണ്. സ്ഥലത്തും ശരിക്കും അതെ, സത്യം. എല്ലാ ദിവസവും ഇവിടെ ഉണ്ട് പൂ. ഇവിടത്തെ ഈ ഇത് വരുമ്പോ എന്താ ഉത്സവ സമയത്ത് ഷഷ്ടി വരെയാണ്. 22-ാം തീയതി മുതൽ 27-ാം തീയതി വരെ. അപ്പൊ ഈ പ്രാവശ്യം 28 വരെ നടത്തുന്നുണ്ട്. കാരണം തിരുക്കല്യാണം, പണ്ട് നമ്മൾ പനത്തോറയിലേക്കാണ് തിരുക്കല്യാണത്തിന്. ഈ പ്രാവശ്യം ഇവിടെ തിരുക്കല്യാണം നല്ല ഭംഗിയായിട്ട് നടത്താൻ തീരുമാനം. അങ്ങനെ 7 ദിവസം ഒക്ടോബർ 22 മുതൽ 28 വരെ നടത്തും. അപ്പൊ ആ സമയത്ത് ഒന്ന് വരണം എല്ലാരും. കാരണം നമ്മുടെ നാട്ടിലെ ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രവും മയിലൊക്കെ ലൈവായിട്ട് വരും. ഇപ്പൊ വരുമല്ലേ മയിൽ ഇവിടെ. ഇവിടെ പീകോക്സ് ഉണ്ട് ഇഷ്ടം പോലെ. 32ഓളം മയിലുകൾ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ട്. കൂട്ടിലിട്ട് വളർത്തുന്നതല്ല, അല്ലാതെ വരുന്ന മുറ്റത്ത് തന്നെ ഇവിടെ വന്ന് വളർന്നിട്ടുള്ളതാണ്. പണ്ടേ മുതലുള്ളതാണ്. ഗുരുദേവനുള്ള കാലത്തെ മുതലുള്ളതാണ്. നമുക്കിനി ആ പടി ഇറങ്ങി ഒന്ന് പോയി. ഇലയ്ക്ക് 4 കളർ. ശരി, അതായത് ഇലയുടെ കളർ ആണോ? അയ്യോ, ഇല ഇങ്ങനെ വരുമല്ലേ. അത് കഴിഞ്ഞ വൈറ്റിലേക്ക് വന്നിട്ട് പിന്നെ അടുത്ത കളർ കാപ്പിപ്പൊടി കളർ, പിന്നെ അത് കഴിഞ്ഞ പച്ച, അങ്ങനെ ഗ്രീൻ കളർ. നോക്കൂ, ഇങ്ങനെ കളേഴ്സ് മാറുന്ന ഇലയാണ്. 4 കളറിലെ ഇല വരും. 4 കളർ പൂ 4 കളറായിട്ടാണ് വരുന്നത്. ഫൈനൽ സ്റ്റേജ്. അയ്യോ, ഇത് കൊള്ളാലോ. ഇത് ഏത് സ്റ്റേജ്? സെക്കൻഡ് സ്റ്റേജ്, തേർഡ്. ഇതാണ് പിന്നെ ഈ കളർ ആകുന്നത്.
ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് കേട്ടോ. വൈറ്റ് ആയിട്ട് ഇതൊക്കെ ഇല കേട്ടോ, ഇല ഇത് വൈറ്റ് കളറിൽ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടത് ഇങ്ങനെ വരുന്നു, പല കളേഴ്സിലേക്ക് മാറി ആൻഡ് ഫൈനലി ഗ്രീൻ ആകും. പൂ അതുപോലെ നല്ല തണുപ്പ് അവിടെ. ശ്രീ രവിശങ്കറൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ കാല് വെച്ച് ഇവിടെ ഇരിക്കും. ശരിക്കും മെഡിറ്റേഷന്റെ ഒരു സ്ഥലമാണ്. അതെ അതെ, ഇത് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫീലാണ്. അതിനകത്തോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഡാർക്ക് ആൻഡ് ഷെയ്ഡ്, നല്ല രീതിയിൽ സമാധാനമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇത് 4 സ്റ്റേജസിലൂടെയാണ് ഈ കളറിലേക്ക് കളർ മാറി മാറി വരുന്നത്. പവിഴമല്ലി 3:30-ക്കാണോ ഇത് പൂക്കുന്നത്? രാത്രി വെളുപ്പിന് 3:30 പൂക്കുന്നു. നല്ല മണമാണ്, താഴെ വീഴും. അതിന്റെ പൂവ് നമ്മൾ നിപ്പ പനിയുടെ സമയത്ത് ഇതിന്റെ പൂവ് എപ്പോഴും വരാറുണ്ട്, ഇങ്ങനെ ഓറഞ്ച് തണ്ടുള്ള പൂവിൽ. അതെ, അപ്പൊ ഈ പൂവും തളിരിലയും കൂടി വെള്ളം തിളപ്പിച്ച് കുടിച്ച പ്രതിരോധ ശക്തിക്ക് കൂടുതലാണ്. അതെപ്പോഴും ആ ഒരു പത്രത്തിന്റെ സമയത്ത് ആ സമയത്ത് ഇവിടെ വരാറുണ്ട്. വൈറ്റ് ആൻഡ് ഓറഞ്ച്. ഏർലി മോർണിംഗ് 3:30-ക്ക് വിരിയുന്ന പൂവ് 9 മണിയാകുമ്പോൾ താഴെ 3:30-ക്കാണ് ഈ ക്ഷേത്രം ഓപ്പൺ ചെയ്യുന്നത്. 3:30-ക്കാണല്ലേ? വെളുപ്പിന് 3:30-ക്കാണ് ഗുരുദേവൻ വൃശ്ചിക മാസത്തിലെ കാർത്തികേയർ എന്നാണ് പ്രതിഷ്ഠ. അപ്പൊ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വെളുപ്പിന് 3:30-ക്ക് അന്ന് പൗർണമിയും കൂടി ആയിരുന്നു. അപ്പൊ പൗർണമി വെളുപ്പിന് 3 to 3:30 സമയത്ത് മുരുകന് നേർക്ക് വരും. ഇപ്പൊ സൂര്യ നിൽക്കണം, ഈ ലെവലിൽ നേർക്ക് ടു നേർ വരും ഭഗവാൻ അല്ലേ? ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയും സൂര്യനും ഇങ്ങനെ. സൂര്യനല്ല, ചന്ദ്രൻ രാത്രി. ഓക്കെ ഓക്കെ, വെളുപ്പിന് 3:30-ക്ക് ചന്ദ്രൻ ഉണ്ടാകും. അതാണ് അതിന്റെ ഒരു രേഖപ്പെടുത്തൽ ഇവിടെ എഴുതി വെച്ചത്. ഇപ്പൊ നമ്മൾ കൊല്ലവർഷം മലയാളമാണെങ്കിൽ 1071 വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക പൗർണമിയും കൂടി ചേർന്ന ദിനത്തിലാണ് 1896 ഡിസംബർ 2 പുലർച്ചെ 3:30 മണിക്കുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രശാന്ത സുന്ദരമായ കുന്നുംപാറയിൽ ശ്രീനാരായണ ഗുരുദേവൻ കാരുണ്യമൂർത്തിയായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിച്ചതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ചരിത്രമാണ്. ക്ഷേത്രത്തിലെ മണിനാഥവും ശംഖുലിയും എത്ര ദൂരം വരെ എത്തുന്നുവോ അത്രയും ദൂരത്തിൽ വസിക്കുന്നവർക്ക് ജീവിതശാന്തി ലഭിക്കും എന്നുള്ള ഗുരുവചനം ഇപ്പോഴും അന്തരീക്ഷത്തിൽ മാറ്റൊലി കൊള്ളുന്നു. വെളുപ്പിന് ഇവിടെ 3:30-ക്ക് മണിയടിച്ച് ശംഖുതുമ്പ ആ ശംഖുലി ആ മണിനാഥം എവിടെയും വരെത്തും, അവിടെയും വരെയുള്ള രോഗങ്ങൾ മാറും എന്നാണ് ഗുരു പറഞ്ഞത്. പണ്ട് കാലത്ത് രോഗങ്ങൾ ബാധിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ അത് പുരാതനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചപാണ്ഡവന്മാര് വന്ന് പോയി താമസിച്ച സ്ഥലമാണ്. അതേപോലെ തന്നെ അശ്വത്ഥ മഹർഷി, അശ്വത്ഥമാവ് ഇപ്പോഴും ആള് താമസിക്കണ ഗുഹാമുഖങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ 7 ചിരഞ്ജീവികളിൽ ഒരാളായ അശ്വത്ഥമാവ് വസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവരെ പരമ്പരയായിട്ട് ഒരുപാട് മഹർഷിമാര്, മുനിമാര്, ശ്രേഷ്ഠന്മാര് ഇവിടെ തപസ് ചെയ്തിരുന്നു. അപ്പൊ ഈ തപസ് ചെയ്തിരുന്നവരായിട്ട് കണ്ടുമുട്ടാനാണ് ഗുരു ഇവിടെ ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. അപ്പൊ ഈ 21 ഏക്കർ സ്ഥലം ഈ കൊച്ചുകുട്ടി വൈദ്യർ ചെട്ടിയാർ തോപ്പിൽ പാച്ചല്ലൂരിലുള്ള ആളാണ്. ചെട്ടിയാർ തോപ്പിൽ കൊച്ചുകുട്ടി വൈദ്യർ ആളാണ് ഈ സ്ഥലം ഗുരുവിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ ഗുരുവിനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഗുരുവിനോട് ചോദിക്കുകയാണ്, താങ്കൾ ആരാണെന്ന് ചോദിക്കുമ്പോ, കാരണം ഭയങ്കര സൂര്യപ്രഭേരെ പോലെ ഒരു പ്രഭയെ ഗുരുവിനോട് ചോദിക്കണം, താങ്കൾ ആരാണെന്ന് ചോദിക്കുമ്പോ ഗുരു പറയണം, ഞാനൊരു വഴിപ്പോക്കനാണ്. സിമ്പിളായിട്ട് പറഞ്ഞ് ഗുരു ഒഴിഞ്ഞു മാറണം. പിന്നീട് കാണാമെന്നും പറഞ്ഞു. പിന്നീട് കണ്ടപ്പോഴാണ് ഗുരു ആരാണെന്ന് കാലക്കെട്ട് തൊട്ട് പറഞ്ഞു, ഞാൻ അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ ചെമ്പഴന്തി നാണുവാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവിടുത്തെ വിഷമങ്ങൾ, ഇവിടെ രോഗങ്ങൾ, പറങ്കിപ്പുണ്ണെന്ന് പറഞ്ഞൊരു മാരക രോഗം ഇവിടെ എല്ലാവർക്കും പിടിപെട്ട്. കാരണം വിശേഷ ദിവസങ്ങളിൽ ഇവിടെ മൃഗബലി നടത്തുമായിരുന്നു. നമ്മളിപ്പോ പോയ ആ നാഗത്തിന്റെ ആ കല്ലിനടുത്ത് മൃഗബലി നടത്തി ആ ചോര ഇവിടെ ഈ ഭൂമിയിൽ അതാരാ ചെയ്തോണ്ടിരുന്നേ? ഇവിടുത്തെ നാട്ടുകാര്. അപ്പൊ ഇവിടെ വേറെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു? ഒരു ഭദ്രകാളിയുടെ കല്ലിന്റെ മേലെ ചോര ഒഴിച്ചുകൊണ്ട് ഇവിടെ ചെറിയൊരു അനാചാരം നടത്തിയിരുന്നു. അതുമൂലം ഇവിടെ രോഗം ബാധിക്കുകയും ചെയ്തു. അപ്പൊ ആ രോഗങ്ങൾ മാറാൻ വേണ്ടി ഗുരുവിനെ കണ്ട് ഗുരു പഴനിയിലേക്ക് ഒരു ശിഷ്യനെ പറഞ്ഞു വിട്ടു. പഴനിമലയര സുബ്രഹ്മണ്യ സ്വാമിയുടെ അളവെടുത്ത് മയിലാടി എന്ന സ്ഥലത്ത് നിന്ന് കൊത്തി വാങ്ങിയ വിഗ്രഹമാണ് ആ ശ്രീകോവിൽ ഇരിക്കണ വൈദ്യനാഥ സുബ്രഹ്മണ്യൻ. വൈദ്യൻ ശിവനും കൂടി ചേർന്നാണ്. അപ്പൊ എന്താണ് രോഗങ്ങൾക്ക് മാറാൻ ശമനം. അപ്പൊ അതുകൊണ്ട് 4 കൈയുണ്ട്. വൈദ്യനാഥ സുബ്രഹ്മണ്യൻ, മയിൽപ്പുറത്തിരിക്കണ 4 കൈയുള്ള ചതുർബാഹു രൂപമായ സുബ്രഹ്മണ്യൻ. അത് വളരെ റയറാണ്. അപ്പൊ അങ്ങനെ പ്രതിഷ്ഠിച്ചത് അത് ആ സമയമാണ് 3:30. എല്ലാ ദിവസവും 3:30-ക്ക് മണിയടിച്ച് ശംഖൂതി 4:30-ക്ക് നട തുറക്കും. പിന്നെ ഇവിടെ അതിന് മണിയടിക്കാൻ ഒരാളെ നിർത്തിയേക്കും. രാവിലെ ഈ ഫസ്റ്റ് പൂജയൊക്കെ 4:30-ക്ക് തുറന്നിട്ട് സാധാരണ ഉഷ പൂജ എന്ന് പറഞ്ഞാല് നമ്മുടെ സൂര്യന്റെ
രശ്മി ഭൂമിയിൽ തട്ടണ സമയമാണ് ഉഷസ്. ആ സമയത്ത് 6:30 6 മണി ടു 6:30 പൂജ നടത്തും. അത് കഴിഞ്ഞ പിന്നെ ഉള്ളത് 11 മണി ടു 11:30 ഉച്ചപൂജ. അത് കഴിഞ്ഞ എല്ലാ ദിവസവും അന്നദാനം. എല്ലാ ദിവസവും അന്നദാനം. അതിനുള്ള പച്ചക്കറികളാണ് ഇപ്പൊ നമ്മൾ വെച്ച് നട്ടിരിക്കുന്നത്. സ്വാമിജി അവിടെ ഉണ്ട്, അങ്ങോട്ട് പോവാം. എല്ലാ ദിവസവും ഉപയോഗിക്കണ പച്ചക്കറി ഇവിടെ തന്നെ രൂപീകരിക്കുന്നത്. അപ്പൊ ഇവിടെ ആര് വന്നാലും ഭക്ഷണം കിട്ടും. അതെ, രാവിലെ. അന്ന് കാലത്തെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ള ഗുരുദേവന്റെ അന്നത്തെ ചിത്രമാണിത്. ഗുരുദേവനാണ് ഇരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ക്ഷേത്രത്തിന്റെ മുകളിലുള്ള ബിംബങ്ങളാണ്. ക്ഷേത്രമാണ് ആ റൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മുട്ടക്കാട്ട് ക്ഷേത്രത്തിന്റെ മുൻവശത്ത് അത് മലയാളമാണ്. 1097 മുട്ടക്കാട് എന്ന് പറഞ്ഞാൽ പണ്ട് ഈ വാഴമുട്ടത്തിന് മുട്ടക്കാട് ദേശം എന്നാണ് പറയുന്നത്. ഇപ്പോഴും മുട്ടക്കാട് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ക്ലോസപ്പ് ചിത്രമാണ് ഇത്. അദ്ദേഹത്തിന്റെ ക്ലോസപ്പ് ചിത്രമാണ് ഇത്. അപ്പൊ അതിനെ ഗുരുദേവൻ കുന്നുംപാറയുടെ നടക്കലിരിക്കുന്ന ഒറിജിനൽ ചിത്രമാണ്. താഴെ ഇരിക്കുന്ന ചെറിയ ചിത്രം അത് കണ്ടു വരച്ചതാണ്. അത് കണ്ടു വരച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ വേണ്ടിയുള്ള തൊടാനുള്ള രീതിയിലുള്ള വലുതാക്കിയിട്ട് സ്കാൻ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെ ഗുരുദേവൻ അങ്ങോട്ട് നോക്കിയാൽ മതി. ആ കരിങ്കൽ പടിക്കെട്ട്, അതെ മനസ്സിലായി. ആ ആർച്ച്, ആ റൗണ്ട് ആർച്ച് നേരെ ഗുരു ഇരിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ചിത്രങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പൂജിക്കായിട്ട് ഇതിന്റെ പ്രിന്റൊക്കെയാണ് അവിടെ പോയി അരുവിപ്പുറം ക്ഷേത്രത്തിലല്ലേ പൂജിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പക്ഷിമൃഗാദികള് നമ്മൾ കാണാൻ പറ്റാത്ത പറയില്ലേ, ഇപ്പൊ നമ്മുടെ ഇത്ര സിറ്റി ആയതുകൊണ്ട് കാട്ടുപൂച്ചനെ കാണാനില്ല. പക്ഷെ അതെല്ലാം ഇവിടെ നിലവിൽ ഉണ്ട്. ക്ഷേത്രത്തിലെ പണ്ടത്തെ ഹൈവേ നായിൽ ഈ രാത്രി ഇടുന്ന ഈ വെയിലിന്റെ വെളിച്ചം കാണാൻ കഴിയും. ഓ, വെയിലിന്റെ വെളിച്ചം രാത്രി ആകുമ്പോൾ ഇത് ലൈറ്റ് കത്തും. അപ്പൊ ഈ വെയിൽ വെളിച്ചം ഹൈവേയിൽ നോക്കിയാൽ കാണാം. ഓം ശരവണ ഭവായ നമഃ. അന്ന് കാലത്ത് ഒരുപാട് വൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ നിലനിൽക്കുന്നത് ഈ പറഞ്ഞ കണിക്കൊന്നയാണ്. അപ്പൊ ക്ഷമിക്കണം, മാവാണ്. മാവ്, ഈ മാവ് നാട്ടുമാവ് എന്നൊക്കെ പറയും. നാട്ടുമാവ് തന്നെ. അപ്പൊ അത് കുഞ്ഞി നിറച്ച് കായ്ക്കുമല്ലേ? അതെ, നന്നായിട്ട് കായ്ക്കും. നന്നായി കായ്ക്കുന്ന ഇപ്പൊ മാങ്ങയുടെ സമയം അല്ല. അല്ല സീസൺ. എന്നിട്ടും പൂത്ത് നിൽക്കുക. ഈ ഒന്നാടെ കാര്യം പറഞ്ഞത് ഭയങ്കര അതിശയമാണ്. വർഷം മുഴുവൻ എല്ലാ ദിവസവും ഒരു പൂവെങ്കിലും കാണുമെന്നാ പറയുന്നത്. എല്ലാ മരവും ഉണ്ട്. അത്തി, പേരാല്, അരയാല്, ഫുൾ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ആശ്രമമായിട്ടുണ്ടോ ഇവിടെ? ഉണ്ട്. അതെവിടെയാണ്? താഴെ. ഇത് ഗസ്റ്റ് ഹൗസ് ഒക്കെ ആയിരിക്കും അല്ലേ? വേദ. പിന്നെ ആ കാണുന്നത് യോഗ സെന്റർ ആണ്. 3 മാസം കൂടുമ്പോ പുറത്തുനിന്നുള്ള എല്ലാ യോഗ സെന്റർ അവിടെ വന്ന് താമസിച്ചിട്ട് യോഗ പരിശീലിച്ചിട്ട് അല്ലാത്ത പക്ഷം നമുക്ക് താമസിക്കാനുള്ള, യോഗ ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് താമസിക്കാനുള്ള ആൾക്കാർക്ക് കൊടുക്കും. ഗസ്റ്റ് ഹൗസ് പോലെ കൊടുക്കാറുണ്ട്. വിത്ത് ഭക്ഷണം. അപ്പൊ അതിന്റെ റേറ്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കും? നമ്മള് ഹോട്ടൽ റേറ്റ് അല്ല, നമുക്ക് ധർമ്മസംഘമാണ് ശ്രീനാരായണ. അപ്പൊ ധർമ്മം കൊടുക്കുന്ന പോലെ തന്നെ ചെറിയൊരു സംഭാവന സ്വീകരിച്ചിട്ട് അവിടെ താമസിക്കാൻ പറ്റും. അതെ. ഇനി ഇത്രയും സീനിക് ആയിട്ട് ഇത്രയും ഒരു കണ്ണൂരിൽ നിന്ന് കല്ലുകൊണ്ടെന്ന് വേപ്പൂർ കോട്ട പണിത പോലത്തെ രീതിയിൽ സിമെന്റ് ഇല്ലാതെ പണിത ബിൽഡിംഗ്. മനസ്സിലായി. നമ്മുടെ ആ വാർക്ക മാത്രമേ സിമെന്റ് ഉള്ളൂ. കല്ലിൽ ജോയിന്റ് ചെയ്തേക്കുന്ന സിമെന്റ് അല്ല. മനസ്സിലായി. ഇവിടെ വളർത്ത ഒരു ഗോശാല പോലെ പശുക്കളെ. നല്ല ഭക്ഷണം കഴിച്ചാല് നല്ല ആരോഗ്യം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോഴത്തെ ഭക്ഷണം കൊണ്ടാണ് നമ്മൾ ഈ രോഗിയായി മാറുന്നത്. അയ്യോ, ചെറിയ ആളൊക്കെ ഉണ്ടല്ലോ. ഇവിടുത്തെ ഗോശാല നോക്കിയാൽ നല്ല ഭക്ഷണം, നല്ല പുല്ലൊക്കെ കൊടുത്ത ഡീസന്റ് ആയിട്ട് വളർത്തുന്ന പശു, വെച്ചൂർ പശു. ഇതിനുള്ള പാലുകള് ക്ഷേത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കി മൊത്തം ഇവിടുത്തെ നാട്ടുകാർക്ക് തന്നെ കൊടുക്കും. പിന്നെ കുറച്ച് ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൽ ബാക്കി വരുന്ന ഒരു ആദിശക്തി റിസോർട്ടിലേക്ക് അവർ മൊത്തത്തിൽ എടുക്കുക. പീക്കോക്ക് ഇരിക്കുന്നു. ഇപ്പൊ ഒരു പീക്കോക്ക് അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ഒന്നല്ല, ഇവിടെ ഒരുപാട് ആൾക്കാർ വരും എന്നാ പറയുന്നത്. ആഹാ, സുന്ദരൻ. ഈ മൊത്തം 21 ഏക്കറുണ്ട്. മൊത്തം ഒരു 100 ജില്ലാൻ ലൈറ്റുകളുണ്ട്. ആവശ്യത്തിനുള്ള ഫണ്ട്സ് കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നു. നമുക്ക് എന്താണ് ആവശ്യം അത് പണിത് തരണം ചെയ്യണം. ട്രാൻസാക്ഷൻ ഇല്ല, പണിത് തരും. ഒട്ടും കിട്ടാത്ത മരുന്നുകളൊക്കെ ശേഖരിക്കുന്ന ഇവിടെ നിന്നാണ്. ഇപ്പോഴും പറഞ്ഞ മരുന്നുകളിൽ റെയർ ആയിട്ടുള്ള ഐറ്റങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ. പച്ചില മരുന്നുകൾ ഇവിടെ കിട്ടും, പറിക്കാൻ കിട്ടും അല്ലേ? ഇവിടെ ഒരു സ്വാമി അവിടെ സ്വാമിജിയാണ് ഇവിടുത്തെ സെക്രട്ടറി. അദ്ദേഹം അവിടെ ഉണ്ട്. സ്വാമി ബോധി തീർത്ഥ. അദ്ദേഹം പച്ചക്കറികളുടെ ഇടയിൽ നിൽക്കുകയാണ്. പച്ചക്കറി പരിപാലനം. ഓ, ഇവിടെ കംപ്ലീറ്റ് വെണ്ട, ചീര, പാവല്. കുറച്ച് പറിച്ചു അല്ലേ രാവിലെ?
അപ്പൊ ഇവിടെ തന്നെ വളരുന്ന പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ആവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും ഇവിടെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്ന മുരിങ്ങേര ഇലയാണ്. നമ്മൾ യോഗാ സമയത്ത് ഈ മുരിങ്ങേര ഇല ഉണക്കിയിട്ട് ഈ ഗസ്റ്റുകൾക്ക് തന്നെ അതിന്റെ അപ്പൊ നമുക്കറിയാൻ പറ്റും റഷ്യയിലൊക്കെ മുരിങ്ങ പൗഡർ ഗ്രാമിനൊക്കെ ഭയങ്കര വിലയാണ്. അതെ അതെ. ഇവിടുന്ന് അവര് 1 കിലോ റീലായിട്ട് നമ്മൾ കൊണ്ടുപോകും. ആ സമയമാകുമ്പോൾ ഇത് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. പാറയാണ്, പാറയുടെ ഭാഗത്ത് വെച്ചിട്ട് മണ്ണ് പിടിച്ചു നിർത്തിക്കൊണ്ടാണ് ഈ കൃഷി. ഉള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ചെയ്യാം. കരിമ്പാണ്, പച്ചക്കരിമ്പാണ് നമ്മൾ കരിമ്പ് വരെ ഉണ്ട് ഇവിടെ. പൂജയ്ക്കൊക്കെ ഉപയോഗിക്കാനുള്ള കരിമ്പ് ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നു. നമസ്കാരം. ഇദ്ദേഹമാണ് സ്വാമി ബോധിതീർത്ഥ. ഇദ്ദേഹമാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഫുൾ ചാർജ്. അദ്ദേഹമാണ് എൻ്റെ സെക്രട്ടറി. അപ്പോൾ ഈ കൃഷി കാര്യങ്ങൾ പിന്നെ ഗോശാല ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ കൃഷിയോടും പ്രത്യേകിച്ചൊരു താല്പര്യമുണ്ട്. പശുവിനോടും താല്പര്യം ഉണ്ടെങ്കിൽ അതെ അതെ. അത് തന്നെയല്ല, നമ്മൾ ഏത് ജോലി ചെയ്താലും അത് ആത്മാർത്ഥമായിട്ട് ഭംഗിയായിട്ട് അതിൽ നിന്ന് നമുക്ക് സുഖം കണ്ടെത്താൻ കഴിയും. എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇഷ്ടം ഇതാണ്. അതിലേക്ക് തന്നെ വന്നല്ലോ കറക്റ്റായിട്ട്. അല്ല വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പമല്ല, ഞാൻ വീട്ടിലെ ഞങ്ങൾക്ക് എല്ലാ കൃഷി ഉണ്ടായിരുന്നു. ഇടുക്കിയിലാണ് വീട്. ഏലം, കുരുമുളക്, കാപ്പി, തേയില, പശു എന്ന് പറഞ്ഞാൽ ആട്, പന്നി എല്ലാം ഉണ്ട്. എല്ലാ സാധനവും ഉണ്ടാവും. കാപ്പി, പച്ചക്കറിയും പച്ചക്കറിയും എല്ലാം. നല്ല ഒരു എന്താ പറയാ പൊല്യൂഷൻ ഫ്രീ എൻവയറൻമെന്റ്. ഒന്നുമില്ല, ശുദ്ധമായി. പശുവിന്റെ ചാണകം, വേസ്റ്റ്, അതാണ് അതിന്റെ ഒരു വളം എന്ന് പറയുന്നത്. ചാണകവും ഗോമൂത്രവും തലയ്ക്ക് ഒഴിക്കും. നാണവും മടിയൊക്കെ ഓർത്തിരുന്ന കാര്യം നടക്കത്തില്ല. പിന്നെ തീർച്ചയായിട്ടും പൂജയുടെ സമയമാകുമ്പോൾ ശ്രീകൃഷ്ണ പരുന്ത് വന്ന് ഇങ്ങനെ ഇങ്ങനെ ചുറ്റും ശ്രീകോവിലിന്റെ ചുറ്റും. ഇനി സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കട്ടെ. സൺസെറ്റ് കാണാൻ പോവുകയാണ് നമ്മൾ ഈ പോയിന്റിൽ നിന്നും, ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട്. ഈ സൂര്യനും ഇവിടുത്തെ പ്രതിഷ്ഠയും നല്ല പാരലായിട്ട് നേരെയാണ് വരുന്നത്. ശാന്ത സുന്ദരമായ കുന്നുംപാറ എന്ന് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. നമുക്കിവിടെ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ശാന്തതയും പ്രശാന്ത സുന്ദരമായ ഈ ഒരു അന്തരീക്ഷവും നേച്ചറും കാണാം. സൂര്യൻ ഇങ്ങനെ അരിപ്പുറം, കുന്നുംപാറ, ആഴിമല അങ്ങനെ ബസ് വരുന്നുണ്ട്. ആണോ? പിന്നെ എല്ലാ ദിവസവും എല്ലാ സൺഡേയും സൺഡേ സ്പെഷ്യലായിട്ടുള്ള ടെമ്പിൾ ടൂറിസം പോലെ അല്ലേ? പിന്നെ അതേപോലെ തന്നെ എല്ലാ ദിവസവും ഈ വഴി ബസ് ഞാൻ കണ്ടു. ഒരു KSRTC ബസ് ഇവിടെ നിൽക്കുന്നത് വൈകുന്നേരമൊക്കെ ഉണ്ട് തോന്നുന്നു. KSRTC ബസ് എന്തായാലും ആഴിമലയും കുന്നുംപാറ ടെമ്പിളും എല്ലാം ചേർത്ത് വരുന്ന KSRTC ബസ് ഉണ്ട്. അതിൽ കയറി വരാൻ വേണമെങ്കിൽ നമ്മൾ ആ 100 പടിക്കെട്ട് കയറി വരുന്നത് ഈ റൂട്ട് തന്നെയാണോ? 200 പടിക്കെട്ട്. ഓക്കെ, 200 പടിക്കെട്ടിൻ്റെ ഒരു ഭാഗമാണിത്. താഴോട്ട് പടിക്കെട്ടാണ്. അത് റോഡിൽ നിന്ന് നടന്നു കയറുന്നവർക്ക്. പണ്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്യം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മൃതദേഹത്തെ ഉടൻ ദഹിപ്പിക്കണം. ബന്ധുക്കൾ 10 ദിവസം കൊണ്ട് പ്രേതസംബന്ധമായ ബലികർമാദികൾ ചെയ്ത ശേഷം 11ാം ദിവസം ഹോമവും കുളിയും പുലവീടലും നടത്തണം എന്നാണ് പറയുന്നത്. കാമവിചാരത്തോടുകൂടി പരസ്ത്രീകളെ നോക്കുക, അവരുമായി സല്ലപിക്കുക, ബന്ധം പുലർത്തുക, ഇതെല്ലാം വ്യഭിചാരം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ഇവിടെ സോളാർ പ്ലാന്റ് ഉണ്ട് ആണ്. രാത്രി സമയങ്ങളിൽ നമുക്കിവിടെ എൻട്രി കൊടുക്കണില്ല. കാരണം എന്ന് പറഞ്ഞാലേ ഒരുപാട് പേരുണ്ട്. മറ്റുള്ള രഹസ്യ കേന്ദ്രങ്ങളൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട്. അതെ അതെ. പെൺമയിലും ഉണ്ട്. അപ്പോൾ അതെ, ഇവിടെ പീകോക്സ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് നല്ല അർത്ഥമുള്ള മറ്റൊരു വാക്യം. എത്ര തേനീച്ചകൾ ഒന്നിച്ച് എത്ര പുഷ്പങ്ങളിൽ നിന്ന് ഏക ലക്ഷ്യത്തോടു കൂടി സംഭരിച്ചതാണ് തേൻ ഉണ്ടാക്കുന്നത്. സംഭരിച്ചിട്ടാണ്. അങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചെങ്കിലേ സമുദായ കാര്യങ്ങളും ക്ഷേത്ര കാര്യങ്ങളും ഉത്കർഷം പ്രാപിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ അർത്ഥവത്താണതും. ശുചിത്വം അടുക്കളയിൽ നിന്ന് തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുരു ഉള്ള കാലത്ത് കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഇത് പാചകപ്പുരയുടെ ഭാഗമായിരുന്നു. ഇവിടെയാണ് ഗുരുദേവൻ താമസിച്ചിരുന്നത്. 8 വർഷക്കാലം വന്നുപോയി താമസിച്ചിരുന്നത്. ശിവഗിരി മഠത്തിൽ നിന്ന് മരുത്വാമലയിലേക്ക് പോയിരുന്ന സമയങ്ങളിൽ ശിംശിബ വൃക്ഷത്തിൻ്റെ മറ്റൊരു വൃക്ഷം ഇവിടെ ഉണ്ട്. നമുക്ക് ആ പൂവിൻ്റെ പല സ്റ്റേജസ്. ഇത് വേറൊരു സ്റ്റേജാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ബ്ലൂം ചെയ്യുന്നത്. ഒന്നും ആയിട്ടില്ല.
എന്തൊരു തണലാ നോക്കിയ ഇതിനകത്ത്. ഇത് ഗുരുദേവൻ ഉണ്ടാക്കിയ കിണറാണ്. അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് ഗുരു വിശ്രമിച്ചിരുന്ന മഠം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഒരു കിണർ പോലെ, പക്ഷെ അത്ര താഴ്ചയൊന്നുമില്ല, ചെറിയൊരു. അയ്യോ, ഇത് വളരെ റഫായിട്ട് ഉണ്ടാക്കിയ ഒരു ഭാഗമാണ്. പാറ ചെറിയ രീതിയിലൊക്കെ തുരന്നൊക്കെ ഉണ്ടാക്കിയാണ് അദ്ദേഹം തന്നെ ചെയ്തതെന്നാണ് പറയുന്നത്. ഇതിൽ വെള്ളം ഒരിക്കലും വറ്റില്ല എന്നാണ് പറയുന്നത്. ഏത് വേനലിലും ഇവിടെ വെള്ളം ഉണ്ടാകും. സാധാരണ പാറയിലൊക്കെ വെള്ളം കിട്ടുക വലിയ പാടല്ലേ, പക്ഷേ ഇവിടെ വെള്ളം കിട്ടി. ഇപ്പോഴും വെള്ളമുണ്ട്. ഡെപ്തില്ല, ഈ കാണുന്ന പോലെ തന്നെയാണ്. ചുറ്റുമതിലൊന്നുമില്ല. ചെത്തുന്നവരെ കൊണ്ട് തേങ്ങ ഇടിയിക്കാമല്ലോ, കുറച്ച് കയറിയാൽ മതി, ബുദ്ധിമുട്ട് കുറയും. ശരി. ശംഖുപുഷ്പം, തിപ്പല്ലി, എല്ലാ ഔഷധ ഗുണമുള്ള ചെടികളും മരങ്ങളും ചുറ്റോട് ചുറ്റും. പുനർജന്മം ഇല്ലെന്ന് പറഞ്ഞാൽ അത് യുക്തിക്കും അനുഭവത്തിനും യോജിക്കുന്നതല്ല എന്നാണ് അദ്ദേഹം. അപ്പോൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ, പുനർജന്മം. ഈ പടിക്കെട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് താഴേന്ന് കയറി വരുന്ന 200 പടിക്കെട്ടുകളുടെ ഭാഗമാണ്. ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, നമുക്കിനി ഗുരുദേവൻ വിശ്രമിച്ച മഠത്തിനകത്തൊന്ന് കയറാം. ഇത് പണ്ട് വരച്ചതല്ലേ, പെയിന്റിംഗ് ആണിത്. വിഗ്രഹത്തിന്റെ ഒരു പ്രത്യേകത, ഗുരുവിന്റെ ഒരു ചൈതന്യത്തിന്റെ ഒരു പ്രത്യേകത ഉള്ളതാണ്. മെഡിറ്റേഷൻ റൂമായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പണ്ടത്തെ ഗുരുവിന്റെ കസേരയാണ്, അന്ന് ഉള്ള കസേരയാണ് ഈ കസേര. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കസേര, അന്നത്തെ ആ കിണറുകൾ കുത്തിയ ഊന്നുവടി. അതായത് ഊന്നുവടി കൊണ്ടാണ് കിണർ കുത്തിയത്. ഇവിടെ കുഴിച്ചോളൂ എന്ന് പറയും, കുത്തി കാണിച്ചു. പണ്ടത്തെ മാന്റെ തുകലാണ്. അപ്പൊ അതിന്റെ ഒരു കളർ പോയിന്നുള്ളൂ. ഗുരു ഉപയോഗിച്ചാണെങ്കിൽ കട്ടിലൊക്കെ ഗുരു ഉപയോഗിച്ചിരുന്ന കട്ടില് ഷീറ്റിട്ട് മൂടിയിരിക്കുന്നതേ ഉള്ളൂ. പഴയ കട്ടിലും ഒരു ലൈഫ് തോന്നിക്കുന്ന ഒരു പ്രതിമയാണിത്. കടലിന്റെ രീതിയിൽ തന്നെ മെഡിറ്റേഷൻ രീതിയിൽ അന്ന് വേണമെന്ന് ഗുരു എഴുതി വെച്ചിരുന്നു പുസ്തകത്തിൽ. ചുറ്റും കടൽ ഇങ്ങനെ ആയിരിക്കണം, കടലിൽ താമര ഉണ്ടാവും. പക്ഷെ ഇനിയുള്ള ചേനകൾ നടാൻ വേണ്ടി ചാണകം പൊതിഞ്ഞു വെച്ചേക്കണം. ഓഹോ, പണ്ട് ഇവിടെ ആയിരുന്നു ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നു, അന്നദാനമൊക്കെ. പക്ഷെ ഇപ്പൊ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഇത് നടാനായിട്ടുള്ള ചേന. ബബിൾ ഗമ്മിന്റെ സ്മെല്ലാണ്. ബബിൾ ഗം സ്മെല്ല്. ഇതൊരു തുളസി കേട്ടാ, ബബിൾ ഗം പോലെ. കൊള്ളാം. ചുറ്റും ഇതേ ഈ മഠത്തിൻ്റെ ചുറ്റും തുളസി ചെടികൾ ഇഷ്ടം പോലെ. പിന്നെ ഈ സൈഡിൽ കാന്താരി, മുളക്, എല്ലാ കൃഷി വിഭവങ്ങളും ഇവിടെ കാണാം. നല്ല ഫേർട്ടൈലായിട്ടുള്ളൊരു ഏരിയ. ഒട്ടും തന്നെ എന്താ പറയുക, ഒരു വൈൽഡായിട്ട് തന്നെ ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് അങ്ങനെ നട്ട് വളർത്തി ആ രീതിയല്ല, അത് നേരത്തെ ഉണ്ടായിരുന്ന പോലെ. അപ്പോൾ അദ്ദേഹം 8 വർഷത്തോളം വിശ്രമിച്ച സ്ഥലമാണ് ഈ മഠം, ശ്രീനാരായണ ഗുരുസ്വാമി. അപ്പോൾ കുന്നുംപുറം ക്ഷേത്രത്തിൻ്റെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ്, ഏകദേശം ഒരു 10-20-40 സ്റ്റെപ്പ് താഴെ വരുമ്പോഴാണ് ഈ ഭാഗമൊക്കെ എത്തുന്നത്. കുളമെല്ലാം കണ്ടു. ഇനി മേളിലേക്ക് തിരിച്ച് അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് വഴിപാടൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് വരാം. ഭക്തി തുളുമ്പുന്ന, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ആ ഫീലിംഗ് തരുന്നൊരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതായത് നമ്മുടെ കുന്നുംപാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പടിക്കെട്ടുകൾ ഇനിയും ഉണ്ട് കയറാൻ. ഇതുവഴി വരികയാണെങ്കിൽ ടോട്ടൽ 200 സ്റ്റെപ്സ്. ഇവിടെ രാവിലെ 6 മണിക്കെല്ലാം വന്നു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന അപ്പുറമാണല്ലോ കിഴക്ക്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ സൂര്യകിരണങ്ങൾ, സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു മനോഹരമായ ദൃശ്യം കാണാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കടലിലേക്ക് സൂര്യൻ താഴ്ന്നു പോകുന്ന ദൃശ്യം, അത് പടിഞ്ഞാറ് കാണാൻ സാധിക്കും. സൺസെറ്റ് പോയിൻറ്റ് അറേബ്യൻ കടലിലേക്ക്. ഇപ്പോൾ ഏതാണ്ട് സൺസെറ്റ് കഴിഞ്ഞു, വെളിച്ചമൊക്കെ മങ്ങി തുടങ്ങി. ഇനി മേളിലേക്ക് പോയിട്ട് ദീപാരാധനയൊക്കെ തൊഴുതിട്ട് അർച്ചന കഴിച്ചതൊക്കെ ചെയ്ത് പ്രസാദം വാങ്ങിയിട്ട് തിരിച്ചു പോകും. ഞാനിവിടെ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നിട്ട് ഈ ക്ഷേത്രത്തിൽ ഇതുവരെയും വന്നിട്ടില്ലല്ലോ, എന്ത് പറ്റി ഞാൻ അറിയാതെ പോയല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. സത്യം, എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ഇപ്പോഴാണ് എനിക്ക് ആ സമയമായതെന്ന് തോന്നുന്നു. വിവേകാണ് എന്നെ ശരിക്കും ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തത്. വിവേക് കോളം, നമ്മുടെ വളരെ ഫേമസ് ഫോട്ടോഗ്രാഫർ വീഡിയോ വിവേകാണ്. ഞാൻ പറഞ്ഞു വിവേകാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. വിവേക് എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളുടെയൊക്കെ കംപ്ലീറ്റ് ഒരാളാണ്. അമ്പലങ്ങളുടെ വളരെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരുപാട് റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കാണാം വിവേക് കോവളം അല്ലേ. എല്ലാം ഇവിടെ ആഴിമല, പിന്നെന്താ
നമ്മുടെ കരിക്കയം ക്ഷേത്രം, ആറ്റുകാലമ്മയുടെ ഉത്സവ സമയത്ത് വിവേക ആ സമയത്തൊന്നും അവൈലബിൾ അല്ല. 10 ദിവസം ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ എത്തി. ഭയങ്കര ഒരു ടെമ്പിൾ പേഴ്സണാണ്. ഇവിടെ ഗംഭീരം. ഞാനതാ പറഞ്ഞു, ഇത്രയും കാലം ഞാൻ അറിയാതെ പോയല്ലോ. അത് വിവേക് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് വളരെ സന്തോഷം. താങ്ക് യു. ഓ, എന്ത് ഭംഗിയല്ലേ! ഇപ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഒരു ഭംഗി കണ്ടോ, ഒരു ശോഭ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 200 സ്റ്റെപ്സ് കയറിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വരാം. അല്ലെങ്കിൽ നമ്മൾ കാറ് വന്ന് നിൽക്കുക എൻ്റെ മുകളിൽ വരെ. പിന്നെ അത് ദീപാരാധനയൊക്കെ തരാം. മുരുക ഭഗവാൻ എപ്പോഴും ഒരു കുന്നിൻ്റെ മുകളിലാണ് സാധാരണയായിട്ട് ഓൾമോസ്റ്റ് എല്ലാ മുരുകക്ഷേത്രങ്ങളും എക്സെപ്റ്റ് നമ്മൾ തൃച്ചെന്തൂരിൽ കണ്ട മുരുക ഭഗവാൻ കടൽ തീരത്താണ്. എങ്കിലും കുറച്ചൊരു റേസ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, കുറച്ച് പൊക്കത്തിൽ. ഇത് ശരിക്കും കുന്നിൻ്റെ മുകളിൽ പളനിയിൽ നിന്നാണ് കൊണ്ടുവന്നത്. അവിടുന്ന് കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഇതെടുത്തിട്ടാണ് കൊത്തി കല്ലിൽ പ്രതിഷ്ഠ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നു. കാറ്റാണ്. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഇവിടുത്തെ 3 നേരം തൃമധുരമാണ്. ഒരു പഴം നേദിക്കാനാ പറഞ്ഞേക്കണേ. കണ്ടു പറഞ്ഞില്ലേ, ഒരു പഴം നീയാണപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പഴനി എന്നുള്ളൊരു പേര് വന്നത്. അതുകൊണ്ട് ഇവിടെ വലിയ ചെലവുള്ള ക്ഷേത്രത്തിന്റെ നിവേദ്യങ്ങളും ക്ഷേത്ര ചെലവുകളും ഉണ്ടായി കഴിഞ്ഞാൽ ആ ക്ഷേത്രം മുന്നോട്ട് പോകില്ല എന്നാണ് ഗുരു പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു പഴവും തേനും ശർക്കരയും അങ്ങനെ തൃമധുരമായിട്ട് നിവേദ്യം. 3 നേരം നിവേദ്യം ഇത് തന്നെയാണ്. മണ്ണിനെ അഭിഷേകിച്ച് വരുന്ന വെള്ളേ വേറെ ക്ഷേത്രങ്ങളിൽ കണ്ടല്ലോ ഇതുപോലെ ശേഖരണം ഉണ്ടാവൂല. അപ്പൊ കരിങ്കല്ലിന്റെ ഒരു തൊട്ടിയാണ് മാറ്റി ചെയ്യാ. കരിങ്കൽ തൊട്ടിയിൽ വന്ന് ശേഖരിക്കും. ഈ വെള്ളം കൊണ്ട് മറ്റുള്ളവർക്ക് ഈ രോഗമുള്ളവർക്ക് കൊടുക്കാം. വീടുകളിലൊക്കെ തെളിച്ച രോഗങ്ങൾ മാറുമെന്ന് ഗുരു പറഞ്ഞു. അതിനുശേഷമാണ് ഗുരുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കരിങ്കൽ തൊട്ടി വെച്ചേക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള അത്തീത്തി അരയാല് പേരാല് എന്ന് കഴിഞ്ഞാൽ നാൽപ്പാമരം കൊണ്ടുള്ള അഭിഷേകം. പണ്ട് കാലത്ത് ഇപ്പോഴും കുട്ടികൾക്ക് നാൽപ്പാമര എണ്ണ ഉപയോഗിക്കണം എന്തിനാണ്? പ്രതിരോധ ശക്തി. അപ്പൊ ആ കഷായമാണ് മുരുകൻ അഭിഷേകിക്കുന്നത്. അത് രോഗശമനത്തിന് വേണ്ടി 40 രൂപ ചീട്ടാക്കിയിട്ട് രോഗശമനം എന്ന് എഴുതിയിട്ട് ആ നാൽപ്പാമരം. അപ്പൊ അത് ഈ അഭിഷേകം കഴിഞ്ഞ് കൊണ്ട് ആൾക്കാർക്ക് ശേഖരിക്കാനാണ്. മാഡത്തിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഇവിടെ അടുത്താണോ? അല്ല, ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. പീക്കോക്ക് ഒന്നും ഇങ്ങോട്ട് വന്നില്ല, അവന്മാരൊക്കെ അറിയാം. ഓ, അത് ശരി. കുറച്ചു നേരം നിൽക്കും. കപ്പലണ്ടിയും ഗോതമ്പും വാങ്ങും. കയ്യിൽ ആര് വന്നാലും സത്യം പറഞ്ഞ പരിചയമുള്ളവരാര് വന്നാലും ഇതും കൊണ്ട് വരത്തുള്ളൂ. കപ്പലണ്ടി കൊണ്ട് വരും. വന്നാ മതി, പീക്കോക്കിന് കൊടുക്കാം. അതെ അതെ. അപ്പൊ നമ്മള് കയ്യിൽ നിന്ന് തന്നെ അത് വാങ്ങും. ഒരു 32ഓളം ഉണ്ട്. എന്നാലും ഒരു 18 എണ്ണം ഇപ്പോഴും ആ ശബ്ദങ്ങൾ കേൾക്കാം. ഇവിടെ എല്ലാം പീക്കോക്ക് ശബ്ദം ഉണ്ടാക്കി നടക്കുന്നുണ്ട്. അപ്പൊ രാത്രിയായി. ഇനി ഞങ്ങള് തിരിച്ചു പോയിട്ട് നമ്മളിപ്പോൾ വെള്ളായണി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തൃക്കണ്ണാപുരം പോകുന്ന റോഡിലേക്ക് കയറി നിൽക്കുകയാണ്. ഇവിടെ ഒരു 2 ചേച്ചിമാർ നടത്തുന്ന കടയുണ്ടെന്ന് പറഞ്ഞു, ചെറിയൊരു തട്ടുകട. അതായത് നല്ല തിരക്കുണ്ട് ഈ കടയിൽ. ഇവിടെ കുറേ നോൺ വെജും വെജും എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതുകൊണ്ട് ഞാനിപ്പോൾ ചിക്കൻ അങ്ങനെ ഒന്നും കഴിക്കുന്നില്ല.
പക്ഷേ ഇവിടെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം കാര്യം ഇവിടെ മുട്ട ഭയങ്കര നല്ലതാണ്. മുട്ട അപ്പോൾ അത് കഴിക്കാം. ഇടിയപ്പം ചമ്പാവിൻ്റെ ഉണ്ട്, റൈസ് ഉണ്ട്, അല്ലാതെ വൈറ്റ് ഉണ്ട്, ചിക്കൻ 65 പോലെ ചെറിയ പീസസ്. പിന്നെ ലൈവായിട്ട് അപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദോശ ഉണ്ടാക്കണം, ചൂട് അപ്പം, അപ്പം ദോശ. പിന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ മെനു? ഒറട്ടി, പിന്നെ കറികൾ മുട്ടക്കറി, ചിക്കൻ കറി, മുട്ടക്കറി, ചിക്കൻ കറി ഏതാണ്ടൊക്കെ തീരാറായി വരുന്നു. അതെ. ഇത് ചില്ലി ചിക്കൻ കഴിയാറായി. ഞാനപ്പോൾ അല്പം വൈകി. എത്ര മണിക്കാണ് തുടങ്ങുന്നത് ഇത്? കുറുമ 4:30 തുടങ്ങും അല്ലേ? ഓ വെരി ഗുഡ്. പിന്നെ ഇവിടെ ചൂട്. പിന്നെ മുട്ട ഇവിടുത്തെ വളരെ സ്പെഷ്യലാണ് അല്ലേ? താറാവും കാടയും. മുട്ട റോസ്റ്റ്. ഓക്കെ, രണ്ടിൻ്റെയും താറാമുട്ടയും കാടമുട്ട ഫ്ലേവർ തന്നെ. താറാമുട്ട ആൻഡ് കാടമുട്ട റോസ്റ്റ് ഇവിടെ ഭയങ്കര സ്പെഷ്യലാണ്. ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഒരുപാട് പേര് കഴിക്കാനായിട്ട്. പിന്നെ ചൂട് അപ്പം, നല്ല അടിപൊളി അപ്പം വേണം. ദോശ, പിന്നെ പരിപ്പോടെയൊക്കെ ഇരിക്കുന്നു. ഇതൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണോ കൊണ്ടുവരുന്നത്? ഇവിടെ തന്നെയാണോ ചെയ്യുന്നത് എല്ലാം? ഓ അത് ശരി. രാവിലെ ഒരു 11:30 എത്തും. 3 മണിയാകുമ്പോഴേ കഴിയുള്ളൂ. പിന്നെ ഉണ്ടാക്കി തുടങ്ങും. ചിക്കൻ കറി എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കണം. എല്ലാം മാവ് അരച്ചിട്ട് വരും അല്ലേ? ചെയ്തിട്ടുണ്ട്. കള്ളപ്പമാണോ അത്? ഓ അത് ശരി, അടിപൊളി. കഴിക്കാം. കള്ളപ്പം ആൻഡ് നമുക്ക് കാടമുട്ട റോസ്റ്റും താറാമുട്ട റോസ്റ്റ് കഴിക്കാം. പിന്നെ കഴിച്ചിട്ടേ പോകുള്ളൂ. ഫേമസ് ആയിക്കൊണ്ടിരിക്കുവാണ് ഈ കട. ഗംഭീരം ഫുഡൊക്കെ. നല്ലതല്ലേ? ആക്കണം. പിന്നെ അവരുടെ ഒരു കഠിനാധ്വാനം ഇല്ല ഇതിന്റെ പിന്നിൽ. അതെ സത്യം. നല്ല ഫുഡ് കൊടുത്താൽ പിന്നെ അതിന് ഭാവിയിൽ തുടങ്ങാലോ. ഇത് നല്ല സുഖമാണ്. ഇത് കുറച്ചുകൂടെ എളുപ്പം ആൾക്കാർക്ക് വരാനും കഴിക്കാനും. വൈകുന്നേരമാണ് കച്ചവടം. നിങ്ങൾ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണോ? ഫ്രണ്ട്സ് ആണോ? ഓക്കെ. മിനിയോ? മിനിയും മഞ്ജു. ഇത് മിനി, ഇത് മഞ്ജു. ഓക്കെ, 2 ഫ്രണ്ട്സ് ആണ് കേട്ടോ. അവര് ചേർന്ന് തുടങ്ങിയത്. എത്ര നാളായി ഇതിപ്പോ തുടങ്ങി? 5 വർഷം. ഓ 5 വർഷമായി. ഓക്കെ, കൊള്ളാലോ. ഓ നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്ന് പറയാം അല്ലേ? ആൾക്കാരെല്ലാം തേടി വരികയാണ് കേട്ടോ. റോഡ് സൈഡാണ്, തിരക്ക് പിടിച്ച റോഡാണ്. വെള്ളായണി ജംഗ്ഷൻ ടു തൃക്കണ്ണാപുരം റോഡല്ലേ ഇത്? സ്റ്റുഡിയോ റോഡ്, മെർലാൻഡ് സ്റ്റുഡിയോയിലേക്ക് പോകുന്ന റോഡാണ് വെള്ളായണി ജംഗ്ഷൻ എന്ന്. ഏറ്റവും തിരക്കുള്ളൊരു കട നോക്കിയാൽ മതി. ആളുകൾ കൂടി നിൽക്കുന്നത് നല്ല വെളിച്ചമായിട്ട്. ആൾക്കാരിങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പം, ഇഡ്ഡലി, ദോശ, പപ്പടം, ചമ്മന്തി, രസവട, മട്ടൺ സൂപ്പും ഉണ്ടോ ഇവിടെ? ഓ പിന്നെ ചപ്പാത്തി, ചിക്കൻ, വീശപ്പം, കുറുമാക്കറി ആൻഡ് കാടമുട്ട താറാമുട്ട റോസ്റ്റ്. അത് കൊടുക്കാം. ഞാൻ അപ്പവും മുട്ട റോസ്റ്റും കഴിക്കാം. ഇത് ചമ്മന്തി ധാരാളം ചമ്മന്തി, നല്ല ചൂട് ചമ്മന്തി. ദോശയുടെ കേട്ടോ, ദോശ, സാമ്പാർ, ചമ്മന്തി, രസവട, അതൊരു കോംബോ. അപ്പം മുട്ട റോസ്റ്റ് ഒരു കോംബോ. പിന്നെ ചിക്കൻ വേണമെന്നുള്ള ചിക്കൻ, ചപ്പാത്തി, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ വീശപ്പം 2 ടൈപ്പ് ഉണ്ട്. തിരക്ക്. അവർ 2 ആൾ മാത്രമേ ഉള്ളൂ. അവരുണ്ടാക്കുന്നു, അവർ പാർസൽ ചെയ്യുന്നു, അവർ കൊടുക്കുന്നു, എല്ലാം കൂടെ. രാവിലെ 11:30 തൊട്ട് തുടങ്ങുന്ന ജോലി. ഇത് ഏകദേശം അതിന് മുമ്പേ രാത്രി എത്ര മണി വരെ ഉണ്ട് ഈ കട? 9:30. അത് തന്നെ ക്ലോസ് ചെയ്യാം. ഒരുപാട് പാർസൽ കൂടുതൽ പോകണം അല്ലേ? പാർസൽ വാങ്ങിയിട്ട് വീട്ടിൽ പോയി കഴിക്കാമല്ലോ. അപ്പോൾ അവർക്ക് ഇത് കള്ളൊഴിച്ച അപ്പമാണ് അല്ലേ? അതാണ് നല്ല ഫെർമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പത്തിന് ഡിമാൻഡ് കൂടി. രാത്രി ആയിരിക്കും തോറും അപ്പത്തിനാണ് ഡിമാൻഡ്. സുഖമായി. കുറച്ച് ദിവസമായി വന്നിട്ട്. മീനിന്റെ അവിടെ. അത് ശരി, പുള്ളിക്കാരന്റെ. അതെ മനസ്സിലായി. ഇവരിങ്ങനെ പറന്ന് കിടക്കുകയാണ്. ഒരാൾ ഉണ്ടാക്കുന്നു, പാർസൽ ചെയ്യുന്നു, പൈസ വാങ്ങി. വെരി ബിസി. മുട്ട മാത്രമായിട്ട് ആൾക്കാർ മേടിച്ച് കഴിക്കുന്നു കേട്ടോ. വെറുതെ കാടമുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ട്. അവർ കയ്യിലിങ്ങനെ പ്ലാസ്റ്റിക് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ എടുത്തു കൊടുക്കുന്നത്. ഇത് വെറുതെ കഴിക്കാനായിട്ട്. മുട്ട 50 രൂപയേ ഉള്ളൂ. 6 എണ്ണം. ഓ 50 രൂപയേ ഉള്ളൂ. 6 കാടമുട്ട റോസ്റ്റിന്. പിന്നെ ഇവിടെ ബാക്കി എല്ലാത്തിൻ്റെയും വില എങ്ങനെയാണ്? അപ്പം 10 രൂപ, ഇടിയപ്പം മാത്രം 12. ബാക്കി എല്ലാം 10 രൂപ. ദോശ എല്ലാം 10. എല്ലാം സിംഗിൾ ഓരോന്നിന് 10. പിന്നെ മുട്ട റോസ്റ്റ് 20 രൂപ. ഓക്കെ, 6 എണ്ണം 50 രൂപ. കാട താറാവിന് ഉള്ളി 20 റുപ്പീസ് ഒരെണ്ണം. 2 എണ്ണം വാങ്ങിച്ചാൽ 40 റുപ്പീസ്. ചിക്കൻ കറിക്കൊക്കെയോ? ചിക്കൻ ഫുള്ളാ? ഒരു പ്ലേറ്റ്
ഒരു പ്ലേറ്റ് അല്ല ഫുള്ള് മീൻസ് ഇതിന്റെ 2 പാത്രം ചില്ലി ആയാലും ഫ്രൈ എന്റെ ഒരു കൈയുടെ അതൊക്കെ 200 രൂപ അല്ലേ? ഓക്കെ. ചിക്കൻ ഫ്രൈ ചെറിയ പീസസ് അല്ലേ? ചെറുതേ കണ്ടോ ചിക്കൻ 65 പോലെ. ഓ യെസ്. ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാം. ഓക്കെ. ഈ സമയമാകുമ്പോൾ ഭയങ്കര തിരക്കാണ്. അത് തന്നെ സമയം ആ കറക്റ്റ് പ്രൈം ടൈമിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. റോഡിൽ ഇങ്ങനെ തിരക്കോടെ തിരക്ക് വാഹനങ്ങൾ. ചൂട് അപ്പം ഞാൻ നോൺ വെജ് ചിക്കൻ ഒന്നും കഴിക്കുന്നില്ല, മുട്ട മാത്രം. ഒരു താറാവും മറ്റേ കാടയുടെ ഒരു പ്ലേറ്റ് 6 എണ്ണം ഉള്ളത്. ഒരു കാട എന്ന് പറഞ്ഞാൽ എത്രയോ അല്ലേ? ഭയങ്കര ആരോഗ്യമാണ് കാട കഴിച്ചാൽ. ഇതാണ് ഒരു പോർഷൻ അല്ലേ? 6 എണ്ണം. ഇങ്ങനെയാണ് വരുന്നത്. ഞാനൊരു വെജ് കുറുമയാണ് കേട്ടോ പറഞ്ഞത്, ചിക്കൻ കറിയല്ല. കാര്യം നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതല്ലേ, അത് കാരണം മുട്ടയാണെങ്കിൽ കുഴപ്പമില്ല. മുട്ടയും വെജിറ്റബിൾ കുറുമയും. പക്ഷെ നിങ്ങൾക്ക് വരുമ്പോൾ ചിക്കൻ എല്ലാം കഴിക്കാം. അടിപൊളി. സ്പൈസി എഗ് ഗംഭീരം. നല്ല ചൂട് സോഫ്റ്റ് അപ്പം. അയ്യോ രക്ഷയില്ല. കാട മുട്ട കഴിച്ചിട്ട് കുറേ ദിവസമായി. കടയ്ക്കകത്ത് പെർമിഷൻ കിട്ടി കയറി ഇരിക്കുകയാണ്. എല്ലാവരും പുറത്തൊക്കെ നിന്നാണ് കഴിക്കുന്നത്. അവിടെ കുറച്ച് ഒരു 3-4 കസേര ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ഇരിക്കാം. റോഡ് സൈഡാണ്. അപ്പോൾ ബില്ലും കൂടി പേ ചെയ്തിട്ട് ഇപ്പുറത്തില്ല 210. ഓക്കെ. ബാക്കി അല്ല കണക്ക് പറ. 800 രൂപ. യെസ് 1000 ഉണ്ട്. ഓക്കെ ചേഞ്ച് വേണം. ഓക്കെ ശരി, താങ്ക് യു. ഇത് ഇന്ന് നമുക്ക് കാണാൻ പറ്റും മാഡമായിട്ട്. ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്താൽ മതി, ഉടനെ മതി. പോയിട്ട് വരാം. പിന്നെ അടിപൊളി അങ്ങനെ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് അവരോട് യാത്ര പറഞ്ഞു പോകുന്നു. ജ്യൂസിൻ്റെ അവിടെ ഇനി അടുത്ത ദിവസം വരും. ഓക്കെ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ അടിപൊളി ഫുഡെല്ലാം കഴിച്ചിട്ട് യാത്രയാകുന്നു. ഇപ്പോൾ രാത്രിയിൽ യാത്രയില്ലാതാണ്. അപ്പോൾ ഇന്നൊരു ലോങ് ഡേ ആയിരുന്നു, നല്ല ദിവസം. ഇതൊരു അടിപൊളി കടയാണ് കേട്ടോ, വരണം എല്ലാവരും വന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ അതുപോലെ